ഹലോ, ഹാപ്പി വിഷു. എല്ലാവരും വിഷു ആയിട്ട് കണിയൊക്കെ കണ്ട് അമ്പലത്തൊക്കെ പോയി വന്നോ? ഞാനും ചെറിയൊരു കണിയൊക്കെ വെച്ച് അതൊക്കെ കണ്ട് അമ്പലത്തിൽ പോയി വിഷു കൈനീട്ടൊക്കെ വാങ്ങി കണിയൊക്കെ കണ്ട് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ഇഡ്ഡലിയാണ്. അതിൻ്റെ ഒരു കുഞ്ഞു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്തിട്ടു. ക്യാരറ്റ്, പൊട്ടറ്റോ, പിന്നെ മത്തൻ ഉണ്ടല്ലോ, സാധാരണ മത്തൻ, ബ്രിഞ്ചാൾ, പിന്നെ ഒരു ചെറിയ സവാളയും കൂടിയിട്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് വിസിലടിക്കാൻ വേണ്ടി 2 വിസിലടിക്കാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ചിലവർ പരിപ്പ് മാത്രം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെയാണ് വെജിറ്റബിൾസൊക്കെ ഇടുക. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇന്ന് മാത്രമല്ല എപ്പോഴും ഞാനിങ്ങനെയാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാറിനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വയ്ക്കാം. വറുത്തരച്ച സാമ്പാറാണ് വയ്ക്കുന്നത്. അപ്പം ഞാനൊരു കടായി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം 2 വെളുത്തുള്ളി, 1/2 സ്പൂൺ സാധാരണ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഇനി ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയും കൂടിയിട്ട് നന്നായി വറുക്കണം. മല്ലിയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടിയിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇത് തേങ്ങയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് വഴന്ന് വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇഡ്ഡലി മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടിയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കണേ. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്ക് തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ബാറ്ററൊക്കെ കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഡ്ഡലിയും കൂടി പെട്ടെന്ന് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓൾറെഡി ലേറ്റായി, അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ലേറ്റായിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ കുക്കർ ഞാൻ 2 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 2 മുരിങ്ങാക്കായി, 2 പച്ചമുളക്, 1/2 കഷ്ണം തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളക്കാനായി മാറ്റി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ പുളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ തക്കാളിക്ക് തന്നെ അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് ഞാൻ സാമ്പാറിന് വേറെ പുളി ആഡ് ചെയ്യാറില്ല. എനിക്ക് നല്ലോണം പുളിയുള്ള സാമ്പാർ ഇഷ്ടമല്ല. അതാണ് ഞാൻ മത്തൻ ആഡ് ചെയ്തത്. സാമ്പാർ മത്തനല്ല കേട്ടോ, സാധാരണ മത്തനാണ്. അതിടുമ്പോൾ നല്ലൊരു മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. നല്ലോണം വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് സമയം തിളക്കാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്, 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 സ്പൂൺ സാമ്പാർ പൊടിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. കായത്തിൻ്റെയും സാമ്പാർ പൊടിയുടെയും തേങ്ങ വറുത്തരച്ചതിൻ്റെയും ഒക്കെ. ഞാനിതിൽ മല്ലിയിലയൊന്നും ആഡ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്ക് ഇഡ്ഡലിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വിഷു സ്പെഷ്യലായിട്ട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂടി ഞങ്ങൾ പോയി ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചിട്ട് വേണം സദ്യ ഉണ്ടാക്കാൻ. സദ്യയുടെ പരിപാടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.